ഹലോ, ഒക്കെ ഉച്ചയൂണിൻ്റെ സമയമായി. ഇവിടെ ഇന്ന് ഫിഷ് റോസ്റ്റും ഫിഷ് ഫ്രൈയും ഇന്നലത്തെ കാച്ചിയ മോര്, ഉരുളക്കിഴങ്ങ്, 2 കുഞ്ഞ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, അല്പം ചെറുപയർ തോരൻ, ഇതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാൻസ്. ഇന്നല്പം നേരത്തെ കഴിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അവർക്ക് അസുഖമായിട്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടൊന്ന് കിടന്നിട്ട് ഉണ്ടിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഒക്കെ വേണം പോകാൻ. മെഴുക്കോട്ടിരുന്ന് അധികം വേണ്ട. ഫിഷ് ഫ്രൈ ഉണ്ട്. എനിക്ക് ഫിഷ് റോസ്റ്റ് മതി. പക്ഷേ ഫിഷ് റോസ്റ്റ് ഉണ്ട്, ഒരു ചെറുത് മതി. ഒന്നും മതി. നമുക്ക് ഷുഗറുകാരൊക്കെ ഇച്ചിരി ഫിഷൊക്കെ കഴിക്കണം. ഇനി ഫിഷ് ഫ്രൈ പിന്നെ എടുക്കാം. ഇച്ചിരി മോരും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഊണ് സ്റ്റാർട്ട് ചെയ്യാം. ശരി, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഇന്ന് ഫിഷ് വേണ്ടാന്ന് വിചാരിച്ചതാണ്. ഇന്ന് പോകുന്ന വീട്ടിൽ കൊടുക്കാൻ ഒരു ഇച്ചിരി ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് പോയതാണ്. ആ സമയത്ത് ഈ ഫിഷ് കണ്ടപ്പോൾ നല്ലതാണ് എന്നൊക്കെ ചിന്തിച്ചങ്ങ് വാങ്ങിച്ചതാണ്. അതിലും അതുമൊക്കെ ശരിയാക്കി കുളിച്ചു. മഴയും വെയിലും ഒക്കെ ഉണ്ട്, ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് വൈകിട്ടൊരു 3-4 മണിയൊക്കെ ആകുമ്പോൾ 3 മണി കഴിഞ്ഞൊരു 3:30 അതൊക്കെ ആകുമ്പോഴത്തേക്ക് പോകണം. മഴയുണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എങ്കിലും നമുക്ക് നേരത്തെ കഴിക്കാം. രാവിലെ 7-7:30ക്കാണ് കഴിച്ചത്. അപ്പോൾ ശരി, നമുക്ക് എല്ലാവർക്കും നിങ്ങളുമെല്ലാം കഴിക്കാനെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ, നമുക്ക് കഴിക്കാം. മീൻ്റെ ചാറൊക്കെ വെന്ത് പറ്റി, ചാറൊക്കെ ചുറ്റി എല്ലാം ജസ്റ്റ് മസാല പൊതിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഇത് ഓഫ് ചെയ്യാം. അതുപോലെ ഫിഷും ഫ്രൈ ആനുള്ളതും ശരിയായിക്കൊണ്ടിരിക്കുന്നു, അതും ഓഫ് ചെയ്യാം. ഇന്ന് നമുക്ക് ഇച്ചിരി ഫിഷ് കിട്ടിയിട്ടുണ്ട്. ചുമന്ന കോര എന്നാണ് ഇതിൻ്റെ പേര്, ഉരുളൻ കോര. കിട്ടിയതല്ലേ, നമുക്ക് 4-5 എണ്ണം ഉണ്ട്. അതായത് 1/2 കിലോയാണ്. 200 റുപ്പീസാണ്. വിലയൊന്നും മീൻകാരുടെ വിലയൊന്നും പറയരുതെന്നാണ്, കാരണം കോമ്പറ്റീഷൻ. കത്രി വെച്ചൊന്നും എനിക്കിതൊന്നും കട്ട് ചെയ്യാനൊന്നുമുള്ള പ്രാക്ടീസില്ല. വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ചാത്തി കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് സൗകര്യം. ഇതിന് ചെതുമ്പലാണ്. ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തിട്ട് നല്ലതുപോലെ തേച്ച് കഴുകിയെടുക്കുമ്പോൾ മീൻ നല്ല ഫ്രഷായി കിട്ടും. ഇനി ബാക്കി മീനും കൂടെ എല്ലാം വെട്ടിയിട്ട് ഒന്നിച്ച് ഇതിൻ്റെ തലയുടെ ഭാഗങ്ങൾ, അതിൻ്റെ പൂവ്, ഇതിൻ്റെ വയറിൻ്റെ ഭാഗമൊക്കെ കളയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഉപ്പും ഇതിനകത്തിട്ട് തേച്ചെടുക്കണം. അപ്പോൾ ബാക്കി മീനുള്ള വെട്ടട്ടെ. നമുക്ക് 2 ഫിഷ് ഫ്രൈ ചെയ്യാനെടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരൽപ്പം വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്തതാണ്. നല്ലപോലെ പുരട്ടി വെച്ചു. അതിനകത്ത് ഒരല്പം എടുത്ത് ഞാനിപ്പോൾ ഫിഷ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫ്രൈ ചെയ്യാതെ റോസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഇതിൻ്റെ മസാല അതിനകത്ത് പുരട്ടി വെച്ചു. ഫിഷ് റോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. തീ കത്തിച്ചു, ലോ ഫ്ലെയിമിലാക്കി ഇടുക. ഫ്രൈങ് പാനിൽ എണ്ണയില്ല, വെള്ളമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ. ഇപ്പോൾ ഇത്രയും മതിയാകും. പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. പാം ഓയിൽ നെയ്യ കുപ്പിയാണെങ്കിൽ ഇതിനകത്തെ സൺഫ്ലവർ ഓയിലാണ്.
പണ്ടൊക്കെ ഞാൻ പാം ഓയിൽ ഉപയോഗിക്കുമായിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഉലുവായും ഒന്നും പൊട്ടിച്ചില്ലിരുന്നതൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം. ആദ്യമായിട്ട് ഇടേണ്ടത് തീ ഒരല്പം ഹൈ വെച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 2 പച്ചമുളക് കീറിയത്, കറിവേപ്പില, ഇത്രയും നമുക്ക് വഴറ്റാം. ഹൈ ഫ്ലെയറിലാണ് ഇത് വന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാളയും കൂടെ, അത് നല്ലതിലൊന്നും ബ്രൗൺ നിറമാകണം. അതുകൊണ്ട് ഇപ്പം തന്നെ അങ്ങ് ചേർക്കാൻ, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് മുരിഞ്ഞോളൂ. നമുക്കിതിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ഒരുവിധം വലിയ ഫിഷാണ് ഇന്ന് റോസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് ഫ്രൈ ചെയ്യാതെ റോസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാനൊരു 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തുള്ളൂ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അങ്ങനെ 3 സ്പൂൺ. പിന്നെ ഉപ്പ്, ചിലപ്പോൾ കുരുമുളക്. ഇതൊന്ന് വഴലട്ടെ. കുരുമുളകും തീർന്നു, പൊടിക്കണം. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ. ഇതൊരുവിധം ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കണം. തീ എപ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. നോക്കട്ടെ. അല്പം നേരം ഇളക്കണം, എങ്കിലേ സവാളയും ഒന്ന് വഴന്ന് കിട്ടുകയുള്ളൂ. ഇതിനകത്ത് തക്കാളി ചേർക്കും, തക്കാളി ഇല്ലാത്തതുകൊണ്ട് തക്കാളി ചേർക്കുന്നില്ല. ഇറക്കണം, മതിയാകും. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കണം. എല്ലാം കൂടെ ചേർത്താൽ മതി. ഉപ്പും എടുത്ത് തീ ലോ ഫ്ലെയറിലാക്കാം. നല്ല ബ്രൗൺ നിറമായി, മൂത്ത് വരുന്ന നിറമായി. നമുക്കിതിലേക്ക് വിനാഗിരി അല്ലെങ്കിൽ പുളിവെള്ളം, ഞാൻ ഇന്നും പുളിയുടെ വെള്ളമാണ് എടുക്കുന്നത്. ഒരു പ്രാവശ്യം പുളിവെള്ളം ചേർത്ത് ഇവിടെ വാളംപുളി ചേർത്തുണ്ടാക്കി നല്ല ടേസ്റ്റായിരുന്നു. സാധാരണ എല്ലാം കുടംപുളിയാണ്, ഇതിന് വിനാഗിരി. ചുമലൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണം. ഈ മീൻ ഇതിനകത്ത് വെന്ത് പറ്റി മസാലയൊക്കെ പിടിച്ച്, മസാല കുറവാണെന്നുണ്ടെങ്കിൽ ചേർക്കാം. മതിയാവും, റോസ്റ്റിന് അധികം വേണ്ട. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഹൈ ഫ്ലെയറിലാക്കാൻ തിളയ്ക്കട്ടെ. ഉപ്പ് പാകത്തിനൊക്കെ പുളിയുമൊക്കെ ഉണ്ട്, കാണും. പുളിയുണ്ട്, ഉപ്പുമുണ്ട്. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഫിഷ് ഇപ്പം മസാല കൂട്ടി വെച്ചേക്കുന്നത് തിളയ്ക്കട്ടെ. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം. നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്തതിൻ്റെ എണ്ണ ഞാൻ മാറ്റി വെച്ചിരുന്നതാണ്. 2 ഫിഷ് ഉണ്ടെങ്കിൽ അല്പം പുതിയ എണ്ണയും കൂടെ ചേർക്കാം. മതി, അത്രയും മതി. നല്ലതുപോലെ ഉണ്ട്. ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർക്കാം. അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ചീൻചട്ടിയാണിത്, ഒട്ടുമേ അടിക്ക് പിടിക്കത്തില്ല. നന്നാകത്തില്ല. നമുക്ക് ഇടാം.
ഫ്രൈ ചെയ്യാൻ എടുത്തതുപോലെ തന്നെ നമ്മുടെ റോസ്റ്റ് ചെയ്യാനുള്ള ഫിഷ് ഞാൻ നല്ലതുപോലെ വരഞ്ഞിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലായിരിക്കുന്നു. ഞാൻ എങ്ങോട്ട് പോകും?